ഹായ് ഗായ്സ്, എല്ലാവർക്കും വി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ ഇറക്കാൻ പോകുന്ന ഗുഡ്സ് ക്യാരിയർ വിഭാഗത്തിൽപ്പെടുന്ന ടാറ്റ എയ്സ് ഇ വിയുടെ വിശേഷങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനാണ്. കാർ എടുക്കണോ അതോ ടാറ്റ ഇ വിയെ സ്വന്തമാക്കണോ? ഏകദേശം ഒരു കാറിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പുതിയൊരു ന്യൂജൻ ടാറ്റ ഇ വിക്കുണ്ട്. വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ് വണ്ടി. നമ്മൾ ടാറ്റ ഇൻട്ര V30 നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അതുണ്ട്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ടാറ്റ ഇൻട്ര V30 കയറുമ്പോൾ ഒരു കാറിൽ കയറുന്ന ഒരു ഫീലിംഗ് ആണ്. അതിൻ്റെ ഒരു ക്യാബിൻ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ടാറ്റ ഇ വിയിൽ കുറേ കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തപ്പോൾ, അതായത് ഒരു കാറിന് വേണ്ട രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ടാറ്റ എയ്സ് ഇ വിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒന്നും കൂടി മനോഹരമായൊരു വണ്ടി തന്നെയാണ് ടാറ്റ ഇ വി. എന്തൊക്കെയാണ് ഫ്യൂച്ചേഴ്സാണ് ടാറ്റ ഇ വിയിലേക്ക് ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവരുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണത്തിൽ വൻ മികച്ച നേട്ടമുണ്ടാക്കിയ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ആ ഒരു കാർ സെഗ്മെൻറ്റിൽ ശക്തമായ ചൂട് ഉറപ്പിച്ച ശേഷമാണ് വാണിജ്യ EV സ്പേസിൽ അതിൻ്റെ വിജയം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ആഭ്യന്തര നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ്. കമ്പനി അടുത്തിടെയാണ് എയ്സിൻ്റെ EV പതിപ്പിനെ പുറത്തിറക്കുന്നത്. 154 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇവോജൻ പവർ ട്രെയിനാണ് എയ്സ് EV യിൽ ഉപയോഗിക്കുന്നത്. EVയുടെ ബാറ്ററി ഏതാണെന്ന് നോക്കിയാൽ IP67 റേറ്റിംഗ് ഉള്ള 21.3 കിലോ വാട്ട് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി, അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു പ്രീവിയസ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് വേറൊന്നുമല്ല, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി ഏതൊരു കാലാവസ്ഥയിലും ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ബാറ്ററിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹചര്യം ചൂട്, തണുപ്പ്, മഴ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മാറി വരുന്നൊരു കാലാവസ്ഥയാണ്. ചൂടെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള, അതിപ്പോൾ ഏത് വാഹനം നിങ്ങൾ എടുത്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ കൂടെയാണ്. അത് കാറായിക്കോട്ടെ, സ്കൂട്ടറായിക്കോട്ടെ, ഗുഡ്സ് വെഹിക്കിൾ ആയിക്കോട്ടെ, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി തന്നെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതാണ് ഇലക്ട്രിക് വണ്ടികൾക്ക് തീപിടിക്കുന്നത്. അത് ഈ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ബാറ്ററികൾ എടുക്കുമ്പോഴാണ് ആ ഒരു ചാൻസസ് കൂടുന്നത്. നിങ്ങൾ ഈ ഒരു ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി യൂസ് ചെയ്യുക, മാക്സിമം അതിലേക്ക് പോവുക. കത്താനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. ടാറ്റ ഇ വിയിലേക്ക് നോക്കുമ്പോൾ 36 bhp കരുത്തും 130 Nm പീക്ക് ടോർക്കും സൃഷ്ടിക്കുന്ന ഒരു AC ഇൻഡക്ഷൻ മോട്ടറിലേക്കാണ് പവർ നൽകുന്നത്. കൂടാതെ ടാറ്റ ഇ വിക്ക് 1840 കിലോ മൊത്ത വാഹന ഭാരമുണ്ട്. 600 kg പേലോഡും വഹിക്കാനും സാധിക്കും. 2 ടൈപ്പ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇ വിയിൽ ലഭ്യമാകുന്നു. ഒന്ന് നമ്മുടെ സാധാരണ രീതിയിലുള്ള നോർമൽ ചാർജിങ്ങും, പിന്നെ രണ്ടാമത്തെ ഫാസ്റ്റ് ചാർജിങ്ങും. ഇപ്പോൾ നമ്മുടെ വീടുകളിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 15 സോക്കറ്റ് വഴി ഇ വി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ ചാർജർ ഉപയോഗിക്കുമ്പോൾ ഏകദേശം 6-7 മണിക്കൂറിനുള്ളിൽ അതൊരു ഫുൾ ചാർജ് ആകുന്നതാണ്. എന്നാൽ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഫുള്ളി ചാർജ് ആകാൻ സാധിക്കുന്നതാണ്. കൂടാതെ ടാറ്റ എയ്സിന് 3800 mm നീളവും 2100 mm വീൽ ബേസുമുണ്ട്. ടേണിംഗ് റേഡിയസ് നോക്കുവാണെങ്കിൽ 4300 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആകട്ടെ 160 mm. വാഹനങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ തീർച്ചയായും നല്ല ക്വാളിറ്റി ഉണ്ടാകണം. കാരണം റോഡുകളുടെ അവസ്ഥകളും, പിന്നെ ഒരു ഗുഡ്സ് വാഹനമാകുമ്പോൾ ചെറിയ റോഡുകളും മോശപ്പെട്ട ഒട്ടനവധി റോഡുകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ടാറ്റ ഇ വി ഒരു ഇലക്ട്രിക്കൽ വണ്ടി ആയതുകൊണ്ട് ഈ റോഡുകളെല്ലാം അഭിമുഖീകരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം എല്ലാവരിലും ഉണ്ടായിരിക്കും. എന്നാൽ ടാറ്റ വ്യക്തമാക്കിയിരിക്കുന്നത് ഇ വി ഇതിനെല്ലാം അതിജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. ടാറ്റ ഐസ് ഇ വിയിൽ ചില നൂതന ഫീച്ചറുകളിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉൾപ്പെടുന്നു. ഇത് ബ്രേക്കിംഗ് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി വീണ്ടും റീചാർജ് ചെയ്യുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള 7-ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും, ടയർ പ്രഷർ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റവും, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ എന്നിവയാണ് മറ്റ് പ്രധാന സവിശേഷതകൾ. ഏകദേശം 150 കിലോമീറ്റർ മൈലേജാണ് നമുക്ക് ഈ ഒരു ഒറ്റ ചാർജിൽ
ടാറ്റ എസ് EV വാഗ്ദാനം ചെയ്യുന്നത്. വാച്ച് ചെയ്തതിന് നന്ദി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.